ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രം എഴുതിയ ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രം എഴുതി സംവിധാനം ചെയ്ത അഞ്ജലി മേനോനും ചാർലി എന്ന് നിന്റെ മൊയ്തീൻ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ നായികയായ പാർവതിയും ഒപ്പം ദുൽഖർ സൽമാനും ഒരുമിച്ച് ഒരു സിനിമ വരുന്നു എന്ന അനൗൺസ്മെന്റ് വന്നു. ഞാൻ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിന്റെ റീസൺ ആ ഒരു റൈറ്റർ ഡയറക്ടറുടെ പേര് തന്നെയായിരുന്നു. അവരുടെ അവസാന 2 ചിത്രങ്ങളും ഒരു പ്രോപ്പർ ന്യൂജൻ ടൈപ്പ് ഹാപ്പി വൈബ് മെറ്റീരിയൽ ആയിരുന്നു. സോ ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം ഇവർ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ടൈമായിരുന്നു അത്. പക്ഷെ എന്തുകൊണ്ടോ പിന്നീട് അതിൽ നിന്ന് ദുൽഖർ സൽമാൻ പിന്മാറിയതായി വാർത്തകൾ വന്നു. ശേഷം ആ ഒരു റോളിലേക്ക് നമ്മുടെ പൃഥ്വിരാജ് വരുന്നു. അതോടൊപ്പം ബാംഗ്ലൂർ ഡേയ്സ് കഴിഞ്ഞ് നാട് വിട്ടുപോയ നമ്മുടെ നസ്രിയ 4 വർഷങ്ങൾക്ക് ശേഷം ഈ പടത്തിലൂടെ തിരിച്ചു വരുന്നു എന്ന വാർത്തയും വന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് വൻ പ്രതീക്ഷയായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ പറയാം, ഇതൊരു നൈസ് പടം തന്നെയാണ്. നമുക്ക് സമാധാനപരമായിട്ട് ഇരുന്ന് കണ്ടു തീർക്കാൻ കഴിയുന്ന ഒരു കൂൾ ആൻഡ് ബ്രീസി മൂവി. പക്ഷെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ വെച്ച് ഈ സിനിമയെ കുറിച്ച് ഒരു ടെംപ്ലേറ്റ് ആദ്യമേ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതായത് ഒരു ഹാപ്പി ടോൺ. പക്ഷെ ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ക്യാരക്ടറും ആളുടെ പശ്ചാത്തലവും അത് ഞാൻ വിചാരിച്ച മീറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പിന്നെ പടത്തിൽ നല്ല ലൈവ്ലി ആയിട്ട് വരുന്ന നസ്രിയയുടെ കഥാപാത്രം ആള് ജീവനോടെ ഇല്ല. അങ്ങനെ ആകെ മൊത്തം ഈ ഉസ്താദ് ഹോട്ടലും ബാംഗ്ലൂർ ഡേയ്സും മനസ്സിലിട്ടുകൊണ്ട് ഒരു പ്രത്യേകതരം എക്സ്പെക്ടേഷൻ ഇട്ട് ഈ സിനിമ കാണാനിരുന്ന് ഞാൻ എനിക്ക് തന്നെ ഡിസപ്പോയിന്റ്മെന്റ് നൽകിയ ഒരു ചിത്രമായിരുന്നു ഇത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു സെക്കൻഡ് ഷോയ്ക്ക് രാത്രി 9:30 മണിക്ക് ഒരു മൾട്ടിപ്ലക്സിൽ സമാധാനപരമായി പോയിരുന്ന് കണ്ട് തിരിച്ചിറങ്ങി പോന്ന പോക്കിൽ ഒരു ചൂട് ചായയും കുടിച്ച് വീട്ടിലേക്ക് എത്താനുള്ള ഒരു മൂഡ് സെറ്റ് ചെയ്തു തരുന്ന ഒരു സിനിമയാണിതെന്ന ധാരണയും എനിക്കുണ്ട്.